ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BA-SLP കോഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അതിൽ ഒരു സംശയമാണ് ഈ കോഴ്സ് എവിടെയൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ പല കുട്ടികളും പേഴ്സണലി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഓഫീസ് നമ്പറിലോട്ടാണെന്നുണ്ടെങ്കിലും യൂട്യൂബ് കമൻറ്റിലാണെന്നുണ്ടെങ്കിലും ചോദിക്കുന്ന ചോദ്യമാണ് BA-SLP കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്ത്യയിൽ കേരളത്തിൽ പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് എത്രത്തോളം ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ കോഴ്സിന് അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം കാണേണ്ട വീഡിയോ BA-SLPൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. അതിൽ കംപ്ലീറ്റ് കോഴ്സിനെ കുറിച്ചിട്ട്, കോഴ്സ് എന്താണ്, അത് എത്ര വർഷം പഠിക്കേണ്ട കോഴ്സാണ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സിലബസ് എന്താണ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ആ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടത്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ BA-SLP കോളേജസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മലയാളികളായിട്ടുള്ള നമുക്ക് വളരെ ചുരുങ്ങിയ ഓപ്ഷൻസ് മാത്രമേ കേരളത്തിനകത്തുള്ളൂ. കാരണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഗവൺമെൻറ് യൂണിവേഴ്സിറ്റി ആയിട്ട് വരുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. കേരള യൂണിവേഴ്സിറ്റി കുഹാസിൻ്റെ അണ്ടറിൽ കേരളത്തിനകത്ത് ടോട്ടൽ ആകെ 6 കോളേജുകളിൽ മാത്രമേ BA-SLP എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആഫ്റ്റർ നിങ്ങളുടെ +2 നിങ്ങൾക്ക് BA-SLPക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും LBS ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത്. LBS വഴിയാണ് കുഹാസിൻ്റെ അണ്ടറിൽ വരുന്ന 6 കോളേജുകളിൽ ടോട്ടൽ ഈ 6 കോളേജും കൂടി കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ 187 സീറ്റേ ഉള്ളൂ. 160-ൽ താഴെ സീറ്റുകൾ മാത്രമേ ടോട്ടൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ വരുന്നുള്ളൂ BA-SLP എന്ന് പറയുന്ന കോഴ്സ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും LBS ആപ്ലിക്കേഷൻ കൊടുക്കണം. പൊതുവേ LBS വഴി ഈ ഓരോ കോളേജുകളിലും അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം 95% മാർക്ക് ഉണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ ജനറൽ കാറ്റഗറിയിൽ. അപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾ +1 +2 നല്ല മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും LBS കൊടുക്കണം. ഇപ്പോൾ കേരളത്തിലാകെ 6 കോളേജിൽ മാത്രമേ ഈ കോഴ്സ് ഉള്ളൂ. ഇനി കേരളത്തിൽ ഒരു കോളേജും കൂടി ഉണ്ട്, അതാണ് കൊച്ചിയിലുള്ള അമൃത. അമൃത എന്ന് പറയുന്നത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയാണ്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൻ്റെ അണ്ടറിൽ വരുന്നതല്ല. അപ്പോൾ അവിടെയും ഏതാനും 40ഓളം സീറ്റുകൾ അവിടെയുണ്ട്. ഇങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ 200-ൽ താഴെ സീറ്റുകൾ മാത്രമേ കേരളത്തിൻ്റെ അകത്ത് BA-SLP എന്ന് പറയുന്ന പ്രോഗ്രാം പഠിക്കാനുള്ളൂ. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഈ 200-ൽ താഴെ കുട്ടികൾക്ക് അപേക്ഷ കൊടുക്കുന്നതന്നെ 20,000-30,000-ത്തോളം കുട്ടികളാണ് LBS വഴി. അപ്പോൾ ഇത്രയും കുട്ടികളിൽ മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വേറെ കോളേജസ് സെലക്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നീ ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ മലയാളികളായിട്ടുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ കോളേജുകൾ സെലക്ട് ചെയ്യുന്നത് കർണാടകത്തിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുമാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും അടുത്ത് കിടക്കുന്ന 2 സംസ്ഥാനം കർണാടകയും തമിഴ്നാടും ആണ് എന്നുള്ളതാണ്. അപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഏറ്റവും ബെസ്റ്റ് കോളേജുകൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കേരളത്തിലെ 6 കോളേജ് എന്ന് പറയുന്നത് ഒന്ന് നിഷാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, അത് തിരുവനന്തപുരത്താണ് വരുന്നത്. ഐക്കോൺസ് ഷൊർണൂർ വരുന്നുണ്ട്, AWH കോഴിക്കോട് കല്ലായി വരുന്നുണ്ട്, ബേബി മെമ്മോറിയൽ കോഴിക്കോട് വരുന്നുണ്ട്, ബദിയടുക്ക് വരുന്ന മാർത്തോമ കോളേജ് വരുന്നുണ്ട്, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കാസർഗോഡ് വരുന്നുണ്ട്. ഇങ്ങനെ ഈ 6 കോളേജുകളാണ് കേരളത്തിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ളത്. അപ്പോൾ കേരളത്തിന് പുറത്തോട്ടേക്ക് നോക്കുമ്പോൾ, അതായത് നമ്മൾ എവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം BA-SLP എന്ന് പറയുന്ന കോഴ്സിന് അപ്രൂവൽ കൊടുക്കുന്ന ബോർഡാണ് RCI. RCI എന്ന് പറയുന്നത് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയും. അപ്പോൾ ഇവരുടെ അപ്രൂവലുള്ള കോളേജിൽ മാത്രമേ BA-SLP പഠിച്ചു കഴിഞ്ഞാലേ നമുക്ക് ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ RCI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ കോളേജുകളുടെ ലിസ്റ്റ് PDF ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. അപ്പോൾ മെയിൻലി നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ഥാപനം, അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് BA-SLP സ്ഥാപനം വരുന്നത് മൈസൂരാണ്. അതാണ് ആയുഷ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്. അവരെന്നെ കണ്ടക്ട് ചെയ്യുന്ന സെപ്പറേറ്റ് എൻട്രൻസ് എക്സാം വഴിയാണ് ആയുഷിൽ നമുക്ക് BA-SLPക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ടോട്ടൽ ഏകദേശം 40ഓളം സീറ്റുകൾ മാത്രമേ ആയുഷിൽ അവൈലബിൾ ഉള്ളൂ. അപ്പോൾ കർണാടകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്ഥാപനമാണ് ആയുഷ്. BA-SLP പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും ആയുഷിൻ്റെ എൻട്രൻസ് എക്സാം എഴുതണം. പിന്നെ മൈസൂർ വരുന്ന ഏറ്റവും ടോപ്പ്, അല്ലെങ്കിൽ കർണാടകത്തിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് സ്ഥാപനമാണ് JSS യൂണിവേഴ്സിറ്റി.
അല്ലെങ്കിൽ JSS കോളേജ് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ഇതും ഏറ്റവും ടോപ്പാണ്. മൈസൂരും JSS വരുന്നുണ്ട്, അതുപോലെ തന്നെ കർണാടകത്തിലെ ധാർവാഡും JSS വരുന്നുണ്ട്. 2 JSS ആണ് കർണാടകത്തിൽ BSLP പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് മണിപ്പാൽ യൂണിവേഴ്സിറ്റി. മണിപ്പാൽ യൂണിവേഴ്സിറ്റി വരുന്നത് മണിപ്പാലിലാണ്, കർണാടകത്തിലാണ് വരുന്നത്. അതുപോലെ തന്നെ മംഗലാപുരത്തുള്ള കസ്തൂർബ മെഡിക്കൽ കോളേജും വരുന്നുണ്ട്. ഈ 2 സ്ഥാപനത്തിലും BSLP വരുന്നുണ്ട്. അതുപോലെ തന്നെ നിറ്റെ യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്, AJ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്, ഡോക്ടർ ചന്ദ്രശേഖർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മാപ്സ് മാംഗ്ലൂർ അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് വരുന്നുണ്ട്, നെസീമ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കോളേജസ് കർണാടകത്തിൽ വരുന്നുണ്ട്. ഇതൊക്കെ RCI അപ്രൂവലുള്ള കോളേജാണ്. അതുപോലെ തന്നെ ഫാദർ മുള്ളേഴ്സ് മെഡിക്കൽ കോളേജും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളേജാണ്. ഇതും മംഗലാപുരത്താണ് വരുന്നത്. അപ്പോൾ കർണാടകത്തിൽ നോക്കുന്ന സമയത്ത് ഇത്രയും സ്ഥാപനങ്ങളാണ് RCI അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുള്ളത്. പിന്നെ വരുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലും ഒത്തിരി അടിപൊളി കോളേജസ് വരുന്നുണ്ട്. മെർഫ് ഏറ്റവും ടോപ്പ് കോളേജാണ്. മെർഫ് എന്ന് പറയുന്ന കോളേജ് കുറച്ച് പാരമ്പര്യമുള്ള ഒത്തിരി വർഷമായിട്ട് BSLP പ്രൊവൈഡ് ചെയ്യുന്ന കോളേജാണ് മെർഫ്. SRM യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, സവീത യൂണിവേഴ്സിറ്റി വരുന്നുണ്ട്, CMC വെല്ലൂര് വരുന്നുണ്ട്, ശ്രീ രാമകൃഷ്ണ മെഡിക്കൽ കോളേജ് വരുന്നുണ്ട്, നൂറുൽ ഇസ്ലാം വരുന്നുണ്ട്. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ ഏറ്റവും ടോപ്പ് കോളേജുകൾ. അപ്പോൾ BSLP പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് RCI അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജുകളാണോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോളേജിൽ എത്ര, അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന കേരളത്തിലാണെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും നമ്മൾ പഠിക്കാൻ പോകുന്ന കോളേജിൽ എത്ര വർഷമായിട്ട് BSLP എന്ന് പറയുന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അവിടെ എത്ര ബാച്ച് പാസ്സായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോളേജിലുള്ള ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ. കാരണം ഇതൊരു പ്രാക്ടീസിങ് കരിയർ ഓഫർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. 3 വർഷത്തിന് ശേഷം 1 വർഷം കമ്പൽസറി ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രാക്ടിക്കൽ തരുന്ന ക്ലിനിക്കോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോ പേഷ്യൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇതുപോലത്തെ കോളേജുകൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും കേരളത്തിന് പുറത്ത് കർണാടകത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇനി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണെന്നുണ്ടെങ്കിലും എങ്ങനെയൊക്കെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, പ്രോസസ്സ് ഏതൊക്കെയാണ്, ഏതെല്ലാം കോളേജുകളിലാണ് എൻട്രൻസ് ഉള്ളത്. ഇപ്പോൾ മണിപ്പാൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ആയുഷ് പോലുള്ള സ്ഥാപനങ്ങളൊക്കെ എൻട്രൻസ് വഴിയാണ് എടുക്കുന്നത്. CMC വെല്ലൂരുണ്ട്, എൻട്രൻസ് വഴിയാണ് എടുക്കുന്നത്. കൊച്ചി അമൃതയും എൻട്രൻസ് വഴി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് എൻട്രൻസ് വഴി എടുക്കുന്നത്, ഏതൊക്കെ സ്ഥാപനങ്ങളിലാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി എടുക്കുന്നത്. ഇനിയിപ്പോൾ ഓൺലൈൻ ആപ്ലിക്കേഷനിലോ അല്ലെങ്കിൽ എൻട്രൻസ് വഴിയോ കിട്ടിയിട്ടില്ലെങ്കിൽ മാനേജ്മെന്റ് കോട്ടയിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ മാനേജ്മെന്റ് കോട്ട അവൈലബിൾ ആയിട്ടുള്ള കോളേജസ് BSLPക്ക് ഏതൊക്കെയുണ്ട്, അവിടെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, ഇതിൻ്റെ അഡ്മിഷൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും കോഴ്സിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാം. നിങ്ങൾക്ക് പേഴ്സണലി ഇവിടുന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.